തിരുവനന്തപുരത്തെ തൃക്കണ്ണാപുരം വാർഡിൽ സീറ്റ് നിഷേധിച്ചതിൽ മനം നൊന്ത് RSS പ്രവർത്തകൻ ആനന്ദ് കെ തമ്പി ജീവനൊടുക്കിയ സംഭവത്തിൽ BJP നേതൃത്വത്തെ പ്രതികൂട്ടിലാക്കി ഫോൺ സംഭാഷണം പുറത്തു വന്നിരിക്കുകയാണ്. ആനന്ദിന്റെ മാനസിക സമ്മർദ്ദം വെളിപ്പെടുത്തുന്ന ഫോൺ സംഭാഷണം പുറത്തുവന്നു. സുഹൃത്തുമായി നടത്തിയ ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത്. ആനന്ദ് സജീവ സംഘപരിവാർ പ്രവർത്തകനാണ് എന്ന് തെളിയിക്കുന്ന കൂടുതൽ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. രണ്ടും കൽപ്പിച്ചാണ് മത്സരിക്കാൻ തീരുമാനിച്ചതെന്നും അപമാനിച്ചവരെ വെറുതെ വിടില്ല എന്നും ആനന്ദ് സംഭാഷണത്തിൽ പറയുന്നുണ്ട്. സംഘടനയ്ക്ക് വേണ്ടി എല്ലാം നൽകിയെന്നും എത്ര കൊമ്പനായാലും പോരാടുമെന്നും ആനന്ദ് തമ്പി പറയുന്നുണ്ട്. പലയിടത്തു നിന്നും സമ്മർദ്ദം നേരിട്ടുവെന്നും സംഭാഷണത്തിൽ ആനന്ദ് പറയുന്നുണ്ട്. അതേസമയം ആനന്ദിന്റെ ആത്മഹത്യയിൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ആനന്ദിന്റെ പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനകം നടക്കുകയും ചെയ്യും. പ്രസ്ഥാനത്തിന് വേണ്ടി 2 പതിറ്റാണ്ടിലേറെ പ്രവർത്തിച്ചിട്ടും BJPയും RSSും ചെയ്തത് കണ്ടോ എന്നാണ് ഫോൺ സംഭാഷണത്തിൽ സുഹൃത്തിനോട് ആനന്ദ് ചോദിക്കുന്നത്. ഞാൻ രണ്ടും കൽപ്പിച്ചാണ് മത്സരിക്കാൻ തീരുമാനിച്ചു. സമ്മർദ്ദം എല്ലാ ഭാഗത്തു നിന്നുമുണ്ട്. സംഘടനയുടെ ചുമതലയുള്ള ചിലർക്ക് മാത്രമേ ഉള്ളൂ. ഇത്രമാത്രം അപമാനിച്ചു. ഇനി അവരെ വെറുതെ വിടാൻ എൻ്റെ മനസ്സ് സമ്മതിക്കില്ല. ഞാൻ പോരാടി നിൽക്കുന്ന ആളാണ്. എത്ര കൊമ്പനായാലും പോരാടും. ഒരു കാര്യം ഏറ്റെടുത്താൽ അത് ചെയ്തു തീർത്തിട്ടേ അവിടെ നിന്ന് മാറൂ. എന്ത് പ്രതിസന്ധി നേരിട്ടാലും ഇത്രയും കാലം സംഘടനയ്ക്ക് വേണ്ടി എന്തു ചെയ്യുന്ന അവസ്ഥയിൽ അല്ലേ നിന്നത്. എൻ്റെ ശരീരം, സമയം, പണം, മനസ്സ് ഇതെല്ലാം സംഘടനയ്ക്ക് വേണ്ടി കൊടുത്തില്ലേ. എന്നിട്ട് തിരിച്ച് ഈ പരിപാടി കാണിക്കുമ്പോൾ അത് 4 മടക്കി പോക്കറ്റിൽ വെച്ച് വീട്ടിൽ പോയിരിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് ഫോൺ സംഭാഷണത്തിൽ ആനന്ദ് സുഹൃത്തിനോട് പറയുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ തഴയപ്പെട്ട് എന്ന് പരാതി ഉന്നയിച്ചാണ് തിരുമല ജയനഗർ സരോവരത്തിൽ ആനന്ദ് കെ തമ്പി ജീവനൊടുക്കിയത്. ശനിയാഴ്ച വൈകിട്ടാണ് വീടിൻ്റെ പുറകിലെ ഷെഡിൽ തൂങ്ങിയ നിലയിൽ കണ്ടത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും 5 മണിയോടെ മരിക്കുകയായിരുന്നു. RSS പ്രവർത്തകർ ആനന്ദിന്റെ ആത്മഹത്യാ സീറ്റ് നിഷേധിച്ചതിലെ മനോവിഷമം മൂലമാണ് എന്ന് പോലീസ് FIR ഉണ്ട്. സഹോദരി ഭർത്താവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പൂജപ്പുര പോലീസ് അസ്വാഭാവിക മരണത്തിന് FIR രജിസ്റ്റർ ചെയ്തത്. ആനന്ദിന് കുടുംബ പ്രശ്നങ്ങളോ വ്യക്തിപരമായ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല. കോർപ്പറേഷനിലേക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിനാൽ വലിയ മനോവിഷമത്തിലായിരുന്നു. ഇതിനെ തുടർന്നാണ് ആത്മഹത്യ എന്നാണ് തൻ്റെ അറിവ് എന്നാണ് സഹോദരി ഭർത്താവിൻ്റെ മൊഴി. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് തൃക്കണ്ണാപുരത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു ആനന്ദ് കെ തമ്പി. ഇതിനു മുന്നോടിയായി ശിവസേനയിലും ആനന്ദ് ചേർന്നിരുന്നു. കോർപ്പറേഷനിലെ തൃക്കണ്ണാപുരം വാർഡിൽ മത്സരിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ച് നേരത്തെ ആനന്ദ് നേതൃത്വത്തെ കണ്ടിരുന്നു. എന്നാൽ BJP ഇവിടെ മറ്റൊരാളെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. BJP RSS നേതാക്കൾക്ക് മണ്ണുമാഫിയുമായി ബന്ധമുണ്ടെന്നുൾപ്പെടെ ആരോപിച്ച് സുഹൃത്തുക്കൾക്ക് വാട്സാപ്പ് സന്ദേശം അയച്ച ശേഷമായിരുന്നു ആനന്ദിന്റെ ആത്മഹത്യ. സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ RSS BJP പ്രവർത്തകർ മാനസിക സമ്മർദ്ദത്തിലാക്കിയെന്നാണ് കുറിപ്പിൽ പറയുന്നത്. അതേസമയം ആനന്ദിനെ വ്യക്തിപരമായി അറിയില്ല എന്നും പേര് ഒരു ഘട്ടത്തിലും പട്ടികയിലില്ലായിരുന്നു എന്നുമാണ് BJPയുടെ വിശദീകരണം. എന്നാൽ ആനന്ദ് സംഘപരിവാറിന്റെ സജീവ പ്രവർത്തകനായിരുന്നു എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ CAA പ്രക്ഷോഭകാലത്ത് അതിനെതിരായി BJP നടത്തിയ പരിപാടിയിൽ ആനന്ദ് പ്രസംഗിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. മുതിർന്ന സംഘപരിവാർ നേതാക്കൾ വേദിയിലിരിക്കെയാണ് ആനന്ദ് പ്രസംഗിക്കുന്നത്. നേതൃത്വത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ മാസം ജീവനൊടുക്കിയ BJP കൗൺസിലർ തിരുമല അനിലിൻ്റെ ബന്ധു കൂടിയാണ് ആനന്ദ്.